എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഒരുപാട് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? കാരണം നമ്മുടെ ചിന്തകൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയൊക്കെയോ അനാവശ്യ ചിന്തകളാണ്. നിങ്ങൾ ചിന്തിക്കുന്ന രാവിലെ തുടങ്ങിയ രാത്രി വരെ എന്തൊക്കെയൊക്കെയാണ് ചിന്തകൾ. നമുക്ക് എല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, ആരോഗ്യത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചായാലും. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്നേ ഇല്ല. നമ്മളെന്താ ഒന്നുകിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം. അത് രണ്ടും നടന്ന കാര്യം നടന്നു കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് അതാണ്. അത് നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ നമ്മുടെ കയ്യിലൊന്നും അല്ല. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന്, നിങ്ങളുടെ ചിന്തകളെ ഹാക്ക് ചെയ്യാനുള്ളൊരു ടെക്നിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഇനി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വേവലാതികളും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. കാണണ്ട, ഇപ്പം തന്നെ ഓഫ് ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഒരു പ്രശ്നമെങ്കിലും, ഒരു ടെൻഷനെങ്കിലും നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നടന്ന കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. ആദ്യം തന്നെ റിലാക്സ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾ കിടക്കുകയാണെങ്കിലും റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി. കിടന്നിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഇരുന്നിട്ടാണ് കാണുന്നുണ്ടെങ്കിലും റിലാക്സ് യുവർ സെൽഫ്. ഒന്ന് കണ്ണടയ്ക്കണേ, ഉറപ്പായിട്ടും കണ്ണടയ്ക്കണേ. ഓക്കെ, കണ്ണടച്ചിട്ട് നമ്മുടെ വലത് കൈ, കഴിയുന്നതും വലത് കൈ ഒന്ന് അടച്ചു പിടിക്കൂ. വലത് കൈ ഒന്ന് അടച്ചു പിടിക്കൂ. നന്നായി നമ്മളൊന്ന് കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറുകെ അടച്ചു പിടിക്കില്ലേ, അതുപോലെ ഒന്ന് നല്ല ടൈറ്റായി ഒന്ന് അടച്ചു പിടിക്കണേ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് മനസ്സിലൊന്ന് പറയണം. എനിക്ക് ഈ കൈ തുറക്കാൻ പറ്റില്ല, എനിക്ക് ഈ കൈ തുറക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് സാധ്യമല്ല, എനിക്ക് ഈ കൈ തുറക്കാൻ ഇപ്പോൾ പറ്റില്ല, എന്നെക്കൊണ്ട് സാധ്യമല്ല. റിപ്പീറ്റ് ചെയ്യൂ. എന്നെക്കൊണ്ട് സാധ്യമല്ല, ഞാൻ ഈ കൈ തുറക്കില്ല, എനിക്ക് ഈ കൈ തുറക്കാൻ പറ്റില്ല, എനിക്ക് സാധിക്കില്ല, എനിക്ക് ഉറപ്പായിട്ടും സാധിക്കില്ല, എന്നെക്കൊണ്ട് ഈ കൈ തുറക്കാൻ പറ്റില്ല, ചെയ്യില്ല, പറ്റില്ല, സാധിക്കില്ല. ഐ ക്യാൻ നോട്ട്. ഉറപ്പിച്ച് പറയൂ, എനിക്ക് പറ്റില്ല, 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 പറ്റില്ല. ഇനി ഒന്ന് തുറക്കാനൊന്ന് ശ്രമിച്ച് നോക്കിയേ. കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ. തുറക്കാൻ ശ്രമിച്ച് നോക്കിയേ. പറ്റുന്നില്ല അല്ലേ? ഇനി ഒന്ന് പറയൂ, എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ തുറന്നിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഒന്ന് തുറന്നേ. യെസ്, ഇപ്പോൾ തുറക്കാൻ പറ്റിയല്ലോ അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് കൈ അടച്ചു പിടിച്ച കൈ നിങ്ങൾക്ക് തന്നെ തുറക്കാൻ പറ്റാതായത്? ചിലവർക്ക് തുറക്കാൻ പറ്റിക്കാണും. എന്താണെന്നറിയോ? അപ്പോഴും പ്രശ്നം നിങ്ങളുടെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ഉറച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മൈൻഡ് ഒരുപാട് കിടന്ന് പെടയുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഉറച്ച് തീരുമാനമെടുക്കാനോ ഒന്നിനും പറ്റാത്തത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ബ്രെയിനിനോട് പറയാം, നിങ്ങളോട് തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറ്റില്ല, പറ്റില്ല, പറ്റില്ല എന്ന് 3 4 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് അനുസരിച്ച് കഴിഞ്ഞു. വളരെ അനുസരണയുള്ള കുട്ടി അല്ലേ? അതേപോലെ തന്നെയല്ലേ പറ്റും എന്ന് പറയുമ്പോഴും പറ്റില്ലേ? ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കില്ല, അനാവശ്യമായി ഒന്നും ഞാൻ ചിന്തിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ എണീറ്റ് ഐ എം ഹെൽത്തി, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ആരോഗ്യം ഉണ്ട്, അപ്പോൾ ദൈവത്തിന് നന്ദി എന്ന് പറയുക. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അത് ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ് അല്ലേ? ഇപ്പം നമുക്ക് കൈയും കാലും അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് എല്ലാ ദിവസവും തുടങ്ങുക, അതേപോലെ തന്നെ എല്ലാ ദിവസവും അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഒരു മിനിറ്റ് പോലും വേണ്ട കേട്ടോ, 30 സെക്കൻഡ് ആയാലും മതി, കണ്ണടച്ച് ഒരു സ്ഥലത്ത് ഇരിക്കുക. ചിന്തിക്കരുത്, ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്നൊരു 3 വട്ടം മനസ്സിനെ പറയൂ. ഉറപ്പായിട്ടും മനസ്സിന്ന് ആ പ്രശ്നങ്ങളെല്ലാം പോകും. ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങളെന്നെ വിശ്വസിക്കൂ. ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്കതൊന്നും ചെയ്തിട്ട് മനസ്സിലെ വിഷമങ്ങളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നിങ്ങൾ വേണമെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോളൂ. ഞാൻ അത്രയും ഉറപ്പോട് കൂടിയാണ് പറയുന്നത്. പറ്റും. അതേപോലെ തന്നെ ഇനി
നിങ്ങളിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കൈ തുറന്നു നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട്, നിങ്ങളുടെ ബ്രെയിനിനെ ഒരുപാട് ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൈ തുറക്കാൻ പറ്റിയോ പറ്റിയില്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അതനുസരിച്ച് എനിക്ക് വീഡിയോസ് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് വേണം വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അതിനൊരു 30 സെക്കൻഡ് കഷ്ടിയാവും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ കൺട്രോളിൽ വരുത്തും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയേണ്ടത്? ഞാനിവിടെ കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തിയേക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കൂ. ടിൽ ദെൻ ബൈ.